Yes, you done it. ചെയ്ത് പഠിച്ച അടുത്ത കോഴി ബാക്കി നൈഫ് നല്ലതാണ്. ഞാൻ ഇപ്പോൾ തീർത്താനായിരുന്നു. നെക്സ്റ്റ് അടുത്ത കോഴി. ആകെ വിഷയമല്ല, ഇതിനെ പിടിച്ച് ആദ്യം ഇരുത്തുക. ഇത്രയേ ഉള്ളൂ. 2 ലക്ഷം എക്സ്ട്രാ വേറൊന്നുമില്ല. നമുക്ക് ആക്ച്വലി ഈ പ്രാവശ്യം സ്റ്റീക്ക് നമ്മൾ വലിയ പീസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ബുക്ക് പോലെ ഓപ്പൺ ചെയ്തിട്ട് എന്താ അങ്ങനെയാലും മതി. നേരെ എടുത്തിട്ട് ഒരു 20 അര മണിക്കൂർ റെസ്റ്റിംഗ് പീരീഡ് വെക്കണം. മനസ്സിലായ? റെസ്റ്റ് ചെയ്യുമ്പോഴേ ആക്ച്വലി ഇതിന്റെ അപ്പോൾ ചേട്ടൻ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതില് നമുക്ക് പോർസ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് ബീഫ്. ഇനി നമ്മൾ ഇതിനെ വാഷ് ചെയ്യണം. അതായത് നമ്മൾ ബീഫ് കുക്ക് ചെയ്യുമ്പോഴത്തേനും എല്ലാ ബ്ലഡും നമ്മൾ കഴുകി കളയാൻ പാടില്ലെങ്കിൽ ബീഫിൻ്റെ ആ ഒരു ഫ്ലേവർ വരില്ല. അതുകൊണ്ട് നമ്മൾ ഒരു വെള്ളം, അല്ലെങ്കിൽ കറി വയ്ക്കാനാണെങ്കിൽ 2 വെള്ളം മാക്സിമം. ആ ഒരു ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലഡ് അല്ല, ഇത് മയോഗ്ലോബിനാണ്. ജസ്റ്റ് ഇങ്ങനെ മുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് 2 പ്രാവശ്യം ജസ്റ്റ് മുക്കിയെടുക്കാം കേട്ടോ. കഴിഞ്ഞ് പരിപാടി. നമ്മൾ ആദ്യം ചെയ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സോൾട്ട് ഇടണം, ഫ്രണ്ടിലും ബാക്കിലും ഇടണം. മനസ്സിലായില്ലേ? എന്നിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെക്കണം. There was once a day that I would pray for you. I'd go and miss. അപ്പോൾ ഗൈസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരിക്കലും ഒരു പ്രോപ്പർ കുക്കിംഗ് വ്ലോഗ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഒരു കസിൻസ് ഗെറ്റ് ടുഗദർ ഇൻ അവർ ലൈഫ്. അയ്യോ, എന്താണ് ഇൻഗ്രീഡിയൻസ് അറിയുന്നത്? അപ്പോൾ നമ്മളിത് 2 മണിക്കൂർ വെച്ച് കുക്ക് ചെയ്യാൻ പോകാനും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ച് അപ്പോൾ ഇപ്പോൾ 10 മണിയായിരിക്കുകയാണ്. നമ്മളിനി 12 മണിയാകുമ്പോഴത്തേനും ഇത് കുക്കാവുന്നുണ്ടായി ചെന്ന് പറഞ്ഞിട്ടുള്ളത് അറിയാം. ഉപ്പ്, കളർ അത് പിങ്ക് സോൾട്ടാണ്. പിങ്ക് സോൾട്ട് ഇത് കൊണ്ടു ലക്ഷ്യം ആടാ ശ്രീലക്ഷ്മി റിച്ച്ഡാ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ആക്ച്വലി കൈൻഡ് ഓഫ് ഓപ്ഷനിലാണ്. മറ്റേ ചില്ലി, നമുക്ക് ചില്ലിയുടെ ഫ്ലേവർ മസ്റ്റാണ്. നമുക്ക് ചില്ലി ആക്ച്വലി നമുക്ക് വേണം. ഇനി അടുത്ത കസ്റ്റൂരി കൂടി തട്ടിക്കാം. അത് ആക്ച്വലി ആവശ്യം കിട്ടോ. അത് വെള്ള കളർ ആവണം ഫുള്ള്. തൈര് ആകുമ്പോൾ ആ മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആവും. അത് വൈറ്റ് പെപ്പർ ഇടാം. നമുക്ക് അതിൻ്റെ ഫ്ലേവറാണ് നമ്മളിതിനെ എൻഹാൻസ് ചെയ്യുന്നത്. ക്രീം കൺസിസ്റ്റൻസി അനുസരിച്ച് മതിയേ. ചാർമസാറിന് ടേസ്റ്റ് കൊണ്ട് നിനക്ക് അറിയാൻ പറ്റും ഫ്ലേവർ. പുളി ഓക്കെ. ഇപ്പോൾ 1 hour-ആണ് ആയത്. 30 minutes each side. ഓടെ നല്ല കട്ടിയാടാ, കല്ല് പോലെ ആയി. ശരിക്കും ബീഫ് ഓവർ കുക്ക് ആവാൻ പാടില്ല. 3, 2, 1 guys. ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ശരിക്കും ഓർമ്മിക്കണം. കട്ടിയപ്പോൾ ഇങ്ങനെയല്ല വരേണ്ടത്. കഴിച്ചു നോക്കും.
പക്ഷെ അവരെങ്ങനെ ബ്രിസ്ക്കറ്റ് അത് സ്മോക്ക്ഡ് ആണ്ടാ, ഇത് സ്മോക്ക്ഡ് അല്ല, ഡയറക്റ്റ് ഫ്ലെയിം ആണ്. പക്ഷെ കളർ വ്യത്യാസമല്ലേ? കൊള്ളാം, പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര കിട്ടിയാ ഇല്ലല്ലോ, കുഴപ്പമില്ല. ഇഞ്ചി വെളുത്തുള്ളി, ഇത് മല്ലിയില, ഇത് പുതിനയില. ഇതെല്ലാം വേണം. നമുക്ക് കുറച്ചായിട്ട് അടിക്കാം. കുറച്ച് തൈര് ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇത് വീട്ടിലെ തൈരാണ്. അപ്പോൾ ഇത് നമുക്കിനി പുരട്ടാം. മറിച്ചിട്ട് എല്ലാരും തളർന്നു. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ അപ്പോ സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോ നമ്മളെ പരിപാടിയല്ലേ ഇന്നലെ കഴിഞ്ഞു. ഇനി അതായത് മൺഡേ രാവിലത്തെ ഓരോരോ കാഴ്ചകൾ കാണാം. പാപം ഫുഡ് കഴിച്ചോണ്ട് നമ്മളെ കണ്ടത് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ രാവിലത്തെ പ്രിപ്പറേഷൻസ് നമുക്ക് കാണാം. ഇത് എൻ്റെ മസാല, ഇത് ചന്ദന്റെ കാജു മസ്തി. ഇതെല്ലാം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കനൽ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ദുരന്ത വാർത്ത വരാനുണ്ട്. ഇന്നലെ ഇതിന് വേണ്ടി സിലിക്കൺ ബ്രഷിനായി നമ്മൾ വാങ്ങിച്ചിട്ട് ഏതാണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വാങ്ങിച്ചിട്ട് ഒരു 3-4 വർഷം ഇതിന് വേണ്ടി വീട് മൊത്തം അരിച്ചു പറയും. ഇതെവിടെ ഉണ്ടായിരുന്നു കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്നാണ് കുക്ക് ചെയ്തത്. ഇതിനകത്ത് ഇവിടെ എങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ നിജേട്ട് ഇത് കാണിച്ചു തന്നപ്പോൾ എൻ്റെ ചങ്ക പിടഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത് വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്? നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കഴിക്കാൻ എന്തൊക്കെയുള്ള? ചപ്പാത്തി, ചിക്കൻ. വെരി ഗുഡ്. എങ്ങനെയുണ്ട് ചേച്ചി വെച്ച ചിക്കൻ കറി? അപ്പൊ നമുക്ക് ഫസ്റ്റ് കാജു പോകണം. എന്ത് വേണം? കാജു പോവാം. ഓക്കെ, കാജു. സോ അപ്പോൾ നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ട്. There was once a day that I would pray for you. I'd go and misbehave just so you notice too. Sneaking കാജു മസ്തി ട്രൈ ചെയ്യുകയാണ്. സ്പെഷ്യൽ റെസിപ്പി ചന്തുവിന്റെ പല റെസ്റ്റോറൻറ്റ്സിലുള്ളതാണ്. പിന്നെ ചന്തുവിന്റെ ഒരു ഗൈഡൻസിലാണ് ഇത്രയും ജ്യൂസ് ഉണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒരു പാത്രത്തിലിട്ട് നല്ല ഇടിച്ച് പെരട്ടി ലാസ്റ്റ് പീസാൻ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇനിയിപ്പോ നമ്മള് ഒരു 10 minutes ആവുന്ന നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ കാജു മസ്തിയുടെ നിങ്ങൾ കണ്ടല്ലോ, അതിന്റെ ബാക്കി പേസ്റ്റ് ആണിത്. അപ്പൊ അത് നമ്മളിപ്പോ നോൺ സ്റ്റിക് പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് ഇതിട്ട് ജസ്റ്റ് കുറുക്കിയെടുക്കും. കുറുക്കിയെടുത്തിട്ട് ലാസ്റ്റ് ചിക്കൻ കുക്കുമ്പോൾ അതും കൂടെ ഇതിലിട്ട് ഇങ്ങനെ മിക്സ് എടുക്കുമ്പോഴത്തേന് ആ ചിക്കൻ ഒരു കോട്ടിങ് പോലെ വരും. അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്കിത് ചെയ്യാം. ആദ്യം കുറച്ച് ബട്ടർ ഫ്രിഡ്ജിരുന്നോണ്ടാണ് ഇത്തിരി ഹാർഡാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കാഷ്യൂനട്ട്, ഫ്രഷ് ക്രീം, പിന്നെ എല്ലാം ഉണ്ട്. ബട്ടർ, ഗാർലിക്, റോസ്മേരി, തൈം, ചാട്ട് മസാല എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ നടന്ന് നല്ല രീതിയിൽ തിളച്ച് നല്ല കുറുകി. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് കുറച്ച് വെള്ളവും
ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് കുറവ് പോലെ തോന്നി ഫ്രഷ് ക്രീമിൻ്റെയൊക്കെ. അപ്പോൾ ഫ്രഷ് ക്രീം കുറച്ച് ഇടാം. ഓക്കെ അപ്പോൾ ഇത് അരിഞ്ഞ് വന്നിട്ട് ഇത് കുറച്ചുകൂടെ വൈറ്റ് കളറിലായിട്ട് കുറച്ചുകൂടെ കുറുകി വരും. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ടെക്സ്ചർ കാണിച്ചു. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൺസിസ്റ്റൻസി നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്റ്റിക്കി ഇത് ഞാൻ ടേസ്റ്റ് കൊണ്ട് ചെയ്തത്. ക്യാഷ് രക്ഷയില്ല. ഓഫ് ചെയ്യാം. സോ ഗൈസ് നമുക്കിതിപ്പം ഒന്ന് മറിച്ച് കൊടുക്കാം. ആവുന്നുണ്ട്, കണ്ടോ, കളറും ആവുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് ആവുന്നത് ഓരോന്നായിട്ട് മാറ്റാം. സോ നമ്മുടെ കാജു മസ്തി റെഡി. സോ ഇനി അടുത്ത നമ്മുടെ നോർമൽ ചിക്കൻ ഗ്രില്ലിയാണ് ചെയ്യാൻ പോകുന്നത്. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's fact. I feel good, you look great, I like you, I can't wait. ഫുള്ള് ഫില്ല് ചെയ്തൊക്കെയാണ്. ഇതിപ്പം ഇങ്ങനെ ഫില്ല് ചെയ്താലും എല്ലാം ഒരുമിച്ചായിരിക്കത്തില്ല എടുക്കുന്നത്, ഓരോന്നും വേവുന്ന അനുസരിച്ച് എടുത്തോണ്ടിരിക്കും. സെറ്റ് പ്രിപ്പറേഷൻ നമ്മുടെ ചന്തുവിൻ്റെ വകയാണ്. അവനാണ് ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. കാഷ്യൂ ഒക്കെ വരുമ്പം ഒരു ബട്ടറി സ്വീറ്റ് സ്പൈസ്നെസ് ഉണ്ട്, അതനുസരിച്ച് ബട്ടറിയാണ്. അപ്പോൾ കഴിക്കാൻ പോകണേ. ലെഗ് പീസ് നല്ല വന്നിട്ടുണ്ട്, ടെൻഡറായിട്ടുണ്ട്. കണ്ടാ അറിയാലോ കേട്ടോ. ചിക്കൻ അധികം വേവ് വേണ്ട, കാരണം 15 മിനിറ്റൊക്കെയാണ്. കറക്റ്റ് ആയിട്ടുണ്ട്. ഒരു സ്വീറ്റ്നെസ് ഉള്ള ഒരു ടേസ്റ്റാണ്. എന്നുവെച്ചാൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് സ്പൈസ് കഴിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഒരു സ്വീറ്റ്നെസ് കലർന്ന ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്തോട്ട് ഈ മസാല ഇറങ്ങിയിട്ടുണ്ട്. അകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ നൈറ്റ് നമ്മൾ പെരട്ടി വെച്ചതാണ്. 7 to 8 hours ഒക്കെ ഇരുന്നിട്ടുണ്ടോ? അയ്യോ പോണേ എന്റെ വണ്ടിയുടെ ബമ്പർ ഇടാ. ഇവന്റെ ഇടയ്ക്ക് അന്നും പറയാം ക്ലിപ്പ് ഇടാ. ഓൾവേസ് വെയർ ഹെൽമെറ്റ്. ബൈ ബൈ ബൈ. ഒലിവ് ഓയിലാണ് നമ്മൾ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ ചെറിയ പീസ് നമ്മൾ കുറച്ച് വെന്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അത് ഗ്യാസിൽ മാറ്റി. ഇപ്പോൾ ചിന്തമൊക്കെ പോയി നമ്മൾ 3 രൂപ ഉള്ളൂ. ഇതെൻ്റെ മസാല ഗ്രില്ലാണ്. നമ്മൾ ഇതിലെ കൂടെ ഇന്നലത്തെ ബേബി ടൊമാറ്റോയും അടിയിൽ കണ്ടോ ബേബി പൊട്ടാറ്റോസ് ചുടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ചുട്ട പീസ് ഇതാണ് പീസസ്. അപ്പോൾ അടിപൊളി. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതിയണം. അപ്പോൾ നമ്മുടെ ഈ 2 ദിവസം നമ്മൾ കിടില വൈബ് അടിച്ചു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നതായിരിക്കും. Stay tuned to Disco Joe. Bye bye.